തലശ്ശേരി നഗരസഭയുടെ പുതിയ കെട്ടിട ഉദ്ഘാടന വേളയിൽ സ്ഥാപിച്ച ശിലാഫലകത്തിൽ ഷാഫി പറമ്പിൽ എംപിയുടെ പേര് ഒഴിവാക്കിയ നടപടിയിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനെ ഉപരോധിച്ചു. ഉപരോധ സമരത്തിൽ പങ്കെടുത്തവരെ പോലീസ് നീക്കി. ലോക്സഭ ചേരുന്നതിനാൽ എത്താനാവില്ലെന്ന് എംപി അറിയിച്ചതിനാലാണ് പേര് വെക്കാതെയെന്ന് നഗരസഭ നൽകുന്ന വിശദീകരണം. ഈ കഴിഞ്ഞ 26-ന് ഉദ്ഘാടനം ചെയ്ത തലശ്ശേരി നഗരസഭാ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടന വേളയിൽ സ്ഥാപിച്ച ശിലാഫലകത്തിൽ സ്ഥലം എംപി ഷാഫി പറമ്പിലിന്റെ പേര് നഗരസഭാധികാരികൾ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നാരോപിച്ചാണ് നഗരസഭാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചത്. നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ ഉദ്യോഗസ്ഥന്റെ ക്യാബിനിലെത്തി പ്രവർത്തകരോട് കാര്യങ്ങൾ വിശദീകരിച്ചു. പിന്നീട് ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള സംസാരം വാക്കേറ്റത്തിനും ഉന്തും തള്ളിനും ഇടയാക്കുകയായിരുന്നു. തലശ്ശേരി എസ് ഐ വി ദീപ്തിയുടെ നേതൃത്വത്തിലുള്ള പോലീസുകാരാണ് പ്രവർത്തകരെ സ്ഥലത്തു നിന്നും മാറ്റിയത്. എംപിയെ ഒഴിവാക്കിയത് മനഃപൂർവ്വമാണെന്നും പല പരിപാടികളിലും CPIM നേതൃത്വം ഇടപെട്ട് എംപിയുടെ പേര് നോട്ടീസുകളിൽ നിന്നും ഉൾപ്പെടെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് N അഷ്റഫ് ആരോപിച്ചു. കഴിഞ്ഞ 25-ാം തീയതി തലശ്ശേരിയിലെ നഗരസഭയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നഗരസഭ ഓഫീസിന്റെ കവാടത്തിൽ സ്ഥാപിച്ച ശിലാഫലകത്തിൽ വടകരയുടെ ജനകീയ MP ഷാഫി പറമ്പിലിന്റെ പേര് വെക്കാത്തതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഇവിടെ പ്രതിഷേധമായ സൂചകമായ ഒരു പരാതി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തലശ്ശേരി നഗരസഭ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പോവുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് നമ്മളവിടെ പരാതി കൊടുക്കുകയും അതിൻ്റെ റെസിപ്റ്റൊക്കെ വാങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മനസ്സിലാക്കുന്നത് തലശ്ശേരിയിൽ ഷാഫി പറമ്പിലിന്റെ എല്ലാ പരിപാടികളും CPM നേതൃത്വം ഇടപെട്ട് ഷാഫി പറമ്പിൽ സംബന്ധിക്കുന്ന പരിപാടികളിൽ ഷാഫി പറമ്പിലിന്റെ പേരില്ലാതാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടെന്ന് കൃത്യമായ ഷാഫി പറമ്പിലിനോടുള്ള രാഷ്ട്രീയ വിരോധം തീർക്കാം. അതായത് മുമ്പ് ഇലക്ഷൻ സമയത്ത് കാഫിർ സ്ക്രീൻഷോട്ടും വടകര പാലക്കാട് ഇലക്ഷൻ സമയത്ത് പെട്ടി വിവാദമൊക്കെ ഉണ്ടാക്കി ഷാഫി പറമ്പിലിനെതിരെ നടത്തിയ മുഴുവൻ ഗൂഢാലോചനകളും തകർന്നപ്പോൾ ഷാഫി പറമ്പിലിനെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതികാരത്തിന്റെ ഭാഗമാണ് ഇതെന്ന് യൂത്ത് കോൺഗ്രസ് മനസ്സിലാക്കുകയാണ്. ഷാഫി പറമ്പിൽ MPയെ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും എന്നാൽ ലോക്സഭ നടക്കുന്നതിനാൽ എത്തില്ലെന്ന് അറിയിച്ചതിനാലാണ് ശിലാഫലകത്തിൽ പേര് ചേർക്കാതിരുന്നതെന്നും വി ശിവദാസൻ MP പങ്കെടുക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതിനാൽ അദ്ദേഹത്തിന്റെ പേര് ചേർക്കുകയുമായിരുന്നു എന്ന് നഗരസഭാ വൈസ് ചെയർമാൻ MV ജയരാജൻ പറഞ്ഞു. ഉപരോധ സമരത്തിന് AR ചിന്മയ്, CK അർബാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്ഥലം MPA എന്നുള്ള നിലയിൽ ശ്രീ ഷാഫി പറമ്പിലിനെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ നേരിട്ട് വിളിക്കുകയും അദ്ദേഹം ആ ദിവസം പാർലമെന്റ് ആരംഭിക്കുന്ന ദിവസമായതിനാൽ പങ്കെടുക്കുകയില്ല എന്ന് അറിയിക്കുകയും എന്ന് മാത്രമല്ല തലശ്ശേരിയിൽ എത്തുന്ന ദിവസം പുതിയ കെട്ടിടം തീർച്ചയായും സന്ദർശിക്കും എന്നുള്ള ഒരു ഉറപ്പും നഗരസഭാ ചെയർപേഴ്സന് ഫോണിൽ വാക്കാൽ നൽകിയിട്ടുള്ളതാണ്. അതിനുശേഷം ജില്ലയിലെ MPമാരെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ വി ശിവദാസനെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം സ്ഥലത്തുണ്ടാകുമെന്നും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ പേര് നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു രാജ്യസഭാംഗമായ സന്തോഷ് കുമാറിനോട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം അസൗകര്യം അറിയിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അതിൽ ഉൾപ്പെടുത്തുന്നതിന് കഴിഞ്ഞിട്ടില്ല.